definition of project management. In the last video we have seen what is the meaning of a project, what is the concept of project management, and also discussed what are the characteristics of a project. Here in this video, let's begin with the definition of project management. The definition is given by Harson, who defined project management as the achievement of a project's objectives through people and involves organizing, planning, and control of the resources assigned to the project, together with the development of constructive human relations with all those involved, both in company and with other companies involved. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൂൾസും ടെക്നിക്സും ഉപയോഗിച്ച് ഒരു പ്രോജക്റ്റിനെ എങ്ങനെയൊക്കെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയും ഈ ഡെഫിനിഷനിലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് അതിലെ ഫസ്റ്റ് പോർഷൻ നോക്കുക, ദി അച്ചീവ്മെൻറ്റ് ഓഫ് എ പ്രോജക്ട്സ് ഒബ്ജക്റ്റീവ്സ് ത്രൂ പീപ്പിൾ അല്ലേ. അവിടെ എന്താണ്, ഒരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ ഹ്യൂമൻ റിസോഴ്സസിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുക. അതേപോലെ തന്നെ ഇൻവോൾവ്സ് ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ദി റിസോഴ്സസ് അസൈൻഡ് ടു ദ പ്രോജക്റ്റ്. അതേപോലെ തന്നെയാണ് പ്രോജക്റ്റിന് അസൈൻ ചെയ്ത അല്ലെങ്കിൽ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ എല്ലാം ഓർഗനൈസ് ചെയ്യണം, അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. Together with the development of constructive human relations with all those involved, both in company and with other companies. പ്രോജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റ് ഏറ്റെടുത്ത കമ്പനിയും അതേപോലെ തന്നെ മറ്റ് കമ്പനികളിലെ ഹ്യൂമൻ റിസോഴ്സസും ആയിട്ടുള്ള ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്യുകയും കൂടി വേണം അല്ലേ, എന്നാലേ നമ്മളുടെ പ്രോജക്റ്റ് സക്സസ് ആവുകയുള്ളൂ. അപ്പം 3 ആസ്പെക്ട്സ് അല്ലെങ്കിൽ 3 ഭാഗമായിട്ടാണ് അല്ലേ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ. അതായത് ഒന്ന് പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം ആൻഡ് കൺട്രോൾ ചെയ്യണം. അതിനോടൊപ്പം തന്നെ within the company and outside the company, within the company and also with other കമ്പനീസ് ഈ പ്രോജക്റ്റിൽ നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിന് മറ്റ് കമ്പനികളിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അവരുമായിട്ടും നല്ലൊരു ഹ്യൂമൻ റിലേഷൻസ് കീപ്പ് ചെയ്യണം. അപ്പം ഇതൊക്കെ അതായത് ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഈ ഒരു ഡെഫിനിഷനിൽ ഉണ്ടല്ലോ. അപ്പം ഇൻ ഷോർട്ട് നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് നോളേജ്, സ്കിൽസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു പ്രോജക്റ്റ് ആക്ടിവിറ്റീസ് ഇൻ ഓർഡർ ടു അച്ചീവ് ദി പ്രോജക്റ്റ് ഒബ്ജക്റ്റീവ്സ് എഫിഷ്യൻ്റ്ലി, ഇഫക്റ്റീവ്ലി ആൻഡ് എത്തിക്കലി. അപ്പം നല്ല രീതിയിൽ എത്തിക്കലായിട്ടും അതേപോലെ തന്നെ എഫിഷ്യൻ്റായിട്ടും പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യുക through the application of knowledge, skills and various other tools and techniques. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു പ്രോജക്റ്റിനുമായി ബന്ധപ്പെട്ട എല്ലാ ആസ്പെക്ട്സിനെയും നമ്മൾ പ്ലാൻ ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം, മോണിറ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ പ്രോജക്ട്സുമായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാത്തിനെയും എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻലി ഹ്യൂമൻ റിസോഴ്സസിനെ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നല്ല എത്തിക്കലായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ
ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അപ്പം ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അതും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ് സൈക്കിളുണ്ടല്ലേ. ഈ പ്രോജക്റ്റ് ഫോർമുലേഷൻ, പ്രോജക്റ്റ് അപ്രൈസൽ, പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അപ്പം ഈ ഡിഫറെൻറ്റ് സ്റ്റേജസിൽ നമ്മൾ എന്താണ് ഈ പല ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സയൻറ്റിഫിക് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ്. സോ വിൽ ബി സ്റ്റഡിങ് ദാറ്റ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. സോ അപ്പം ഇതൊക്കെയാണ് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടേം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് സെൻറ്റൻസാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, മോണിറ്ററിങ്, കൺട്രോളിങ് എന്നൊക്കെ ഉള്ളത്. അപ്പം അത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു വേർഡ് കേട്ടാൽ തന്നെ മനസ്സിലാവും. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, പ്രോജക്റ്റിനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യണം, അതും വെൽ മാനേജ് ചെയ്യണം ഇൻ ഓർഡർ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. എവിടെയാണോ അല്ലെങ്കിൽ നമ്മൾ ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മണീസ് വർത്ത് മണിക്ക് തുല്യമായ എന്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രോജക്റ്റായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രോജക്റ്റിന് നമ്മളതൊരു റിസ്കി വെഞ്ചറാണല്ലേ. നമുക്കത് ഒരു ഇത്രയും ഒരു എമൗണ്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണം, ഇത്ര കോസ്റ്റേ പാടുള്ളൂ, എന്നാൽ കൂടിയും നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ളൊരു പ്രോഫിറ്റും നമുക്കതിൻ്റെ മുകളിൽ നിന്ന് കിട്ടണം. അപ്പം അതൊരു ഫോക്കാസ്റ്റിംഗ് ഒരു എന്താ പറയുക, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫോക്കാസ്റ്റ് ചെയ്യുകയാണല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അതിലൊരു റിസ്ക് ഉണ്ട്, ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. അപ്പം എന്താണ് അതൊക്കെ ഏതൊരു ചേഞ്ചിങ് എൻവയൺമെൻറ്റ് ആയിക്കോട്ടെ അതിലൊക്കെ നമുക്ക് പിടിച്ചു നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്, പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, so that's a concept of project management and you have to study the definition of project management. and definition എന്ന് പറയുമ്പം ഏതൊരു വ്യക്തിയാണോ അത് ഡിഫൈൻ ചെയ്തത് അവരുടെ പേര് എഴുതുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ രീതിയിൽ തന്നെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം രീതിയിൽ ഡെഫിനിഷൻ എഴുതാതിരിക്കുക. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. നമ്മൾ പ്രോജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി നമുക്കൊരു എന്താണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചർ എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ്. Project management is focused on achieving specific project objectives with customer satisfaction. It is result oriented. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ പ്രോജക്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ഒക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻ ഓർഡർ ടു അറ്റൈൻ എ ഒബ്ജക്റ്റീവ് അല്ലേ, വെൽ ഡിഫൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ആ ഡിഫൈൻ ചെയ്ത ഒബ്ജക്റ്റീവിനെ റിലേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിലൂടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിനെ നമ്മൾ മാനേജ് ചെയ്യുന്നത് അല്ലേ. സോ ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന് നമുക്ക് പറയാം. ദ സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ഓറിയൻറ്റഡ്. It's a vehicle for planning and managing change in an organized manner. It adopts flexibility in doing things in a risky manner. Change oriented എന്ന് പറയുമ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അതായത് ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ അല്ലേ. ബിഫോർ കൊറോണ ഉണ്ടായിരുന്ന ഒരു ബിസിനസ് സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും ഡൗൺ ആയി അല്ലേ. ഏത് ബിസിനസ് എടുത്താലും എന്താണ്, കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നതിന് ശേഷം എല്ലാ ബിസിനസ്സിൻ്റെയും അവസ്ഥ വളരെ മോശമാണ്. അപ്പം അതിന് മുന്നേ വരെ എന്താണ് ഇങ്ങനെയൊരു സംഭവം വരും, അതിന് ഇത്രയും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ബിസിനസ്സുകളിൽ ഉണ്ടാവുമെന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പം പക്ഷേ
എന്താണ് നമ്മളൊരു ഒരു വെൽ മാനേജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫ്യൂച്ചർ ഫോക്കാസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ എന്താണ് ഒരു കുറച്ച് രീതിയിലെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം നമ്മൾ പഠിച്ചതാണ്, നമ്മൾ ഹയർ സെക്കൻഡറി ക്ലാസ്സസിൽ ബേസിക്സ് പഠിച്ച സമയത്ത്, നമ്മൾ മാനേജ്മെൻറ്റിനൊക്കെ പറ്റി പഠിച്ച സമയത്ത് നമുക്കറിയാം ഒരു വലിയ കമ്പനികളിലെല്ലാം തന്നെ എന്താണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, എഫിഷ്യൻ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ലെവലിലുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, മാനേജ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവരൊക്കെ എന്താണ് ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു റിസ്ക് ഭാവിയിൽ വന്നാൽ ആ ഒരു റിസ്കിനെ അല്ലെങ്കിൽ ആ ഒരു എൻവയൺമെൻറ്റ് ചേഞ്ചിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ആ കമ്പനിക്ക് പറ്റുന്ന തരത്തിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ആഫ്റ്റർ കൊറോണ സിറ്റുവേഷൻ ആയതുകൊണ്ട് നല്ലൊരു ചേഞ്ചാണ് ഇപ്പം ഈ ഒരു ബിസിനസ് ഫീൽഡിൽ വന്നിട്ടുണ്ടാവുക. അപ്പം എന്താണ് ആ ഒരു ചേഞ്ചിനെ കൂടി അതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അപ്പം നമ്മളുടെ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ നിൽക്കാത്തൊരു എൻവയൺമെൻറ്റാണ് അല്ലേ. അത് എന്താണ് പല ചിലപ്പം എന്താണ് ഗവൺമെൻറ് ഡിസിഷൻസ് ആവാം അല്ലേ, ചില സമയത്ത് മാറ്റങ്ങൾ വരുത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ആവാം, അല്ല ഫ്ലഡ് കാര്യങ്ങളൊക്കെ വന്ന സമയത്തും പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം ഈ വൈറസ് വന്നതിന് ശേഷവും പല മാറ്റങ്ങളാണ് ഈ എൻറ്റയർ എക്കോണമിയിൽ വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചേഞ്ചിങ് എൻവയൺമെൻ്റ് ആയിക്കോട്ടെ, ആ ചേഞ്ചിങ് എൻവയൺമെൻറ്റിനോട് കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന തരത്തിൽ ആയിരിക്കണം നമ്മളുടെ പ്രോജക്റ്റ് മാനേജ് ചെയ്യേണ്ടത്. എന്തൊരു റിസ്ക് വന്നാലും അതിനോട് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ പ്രോജക്റ്റ് മാനേജ് ചെയ്യേണ്ടത്. Now the third one is single responsibility center. Project manager is a single responsibility center accountable for project outcomes. His role is crucial from inception to completion of project. അങ്ങനെ പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ ആണ്. പ്രോജക്റ്റിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് പ്രോജക്റ്റിൻ്റെ റിസൾട്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമുക്കവിടെ കിട്ടിയോ എന്നുള്ളത്. അപ്പം അക്കൗണ്ടബിൾ എന്നൊരു ടേം ഉദ്ദേശിക്കുന്നത് ആൻസറബിൾ എന്നാണ്. അതായത് ഈ ഇത് പ്രോജക്റ്റിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയിക്കോട്ടെ, ദി പ്രോജക്റ്റ് മാനേജർ ഇസ് അക്കൗണ്ടബിൾ, ദി പ്രോജക്റ്റ് മാനേജർ ഇസ് ആൻസറബിൾ. എന്ത് തന്നെയായാലും അത് പ്രോജക്റ്റ് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. സോ ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഈ പ്രോജക്റ്റ് മാനേജറുടെ റോൾ എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ടുള്ളൊരു റോളാണ്. അപ്പം ഒരു പ്രൊജക്റ്റ് മാനേജ് ചെയ്യുന്ന പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്ന ആളുടെ റോള് ഇറ്റ്സ് വെരി ക്രൂഷ്യൽ ബിക്കോസ് ഹീ ഈസ് ആൻസറബിൾ ഓർ ഹീ ഈസ് അക്കൗണ്ടബിൾ ഫോർ ദി ഔട്ട്കം ഓഫ് ദി പ്രൊജക്റ്റ്. Now the fourth one is team based. അത് നമ്മൾ പ്രോജക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു ടീം വർക്കാണ് അല്ലേ. കാരണം ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസിലുള്ള ആൾക്കാർ, അവർ ഡിഫറെൻറ്റ് നോളേജ് സ്കില്ലുള്ള ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ടീം ബേസ്ഡ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും അങ്ങനെയാണ്. ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഒരു പ്രോജക്റ്റിനെ മാനേജ് ചെയ്യുന്നത് അല്ലേ. ഡിഫറെൻറ്റ് നോളേജ് ആൻഡ് ഡിഫറെൻറ്റ് സ്കില്ലുള്ള ആൾക്കാർ, ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഓരോ യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്ത് തരുമ്പോഴും ഓരോ ഈച്ച് ആൻഡ് എവറി മെമ്പർ ഇസ് അക്കൗണ്ടബിൾ ഫോർ ദി വർക്ക് ഡൺ. Now planning and control, it requires integrated planning and control systems for continuous improvement. അതായത് നല്ല രീതിയിലുള്ള പ്ലാനിങ്ങും അതേപോലെ തന്നെ കൺട്രോൾ എന്ന് പറയുന്നൊരു വാക്ക് എന്താണ്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് മോണിറ്ററിങ് മാത്രമല്ല, എങ്ങനെ ഒക്കെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ടോ, അവരെങ്ങനെ ചെയ്യുന്നുണ്ടോ, അത് മാത്രമല്ല ഈ കൺട്രോളിംഗ് എന്നുള്ളൊരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നേ സെറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മുന്നേ ഡിസൈഡ് ചെയ്ത കാര്യങ്ങൾ അത് അതേപോലെ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം നടന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ കൺട്രോളിങ്ങിലൂടെ പറ്റുള്ളൂ. അപ്പം പ്രോപ്പറായിട്ടുള്ളൊരു കൺട്രോളിങ് സിസ്റ്റം കൂടി ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ട് എന്നുള്ളതാണ്.
Now the next characteristics is functional coordination. It requires coordination along functional lines. അത് നമ്മളിപ്പം നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ എല്ലാ ഫങ്ഷണൽ ഏരിയാസും, ഒരു കമ്പനിയിലുള്ള എല്ലാ ഫങ്ഷണൽ ഏരിയാസും എന്താണ് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്നത്. Now constraints. It achieves results within the constraints of time, cost and quality. It's a time and resource limited activity which is focused on customer needs. അപ്പം കൺസ്ട്രെയിൻ എന്ന് പറയുമ്പം എന്താണ് എല്ലാ പരിമിതികളുടെ ഉള്ളിലും, അതായത് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ കോസ്റ്റ് കൺസ്ട്രെയിൻസ്, നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിനുള്ളിൽ അല്ല കോസ്റ്റ് കൺസ്ട്രെയിൻസ് ഉണ്ടാവും, ക്വാളിറ്റി കൺസ്ട്രെയിൻസ് ഉണ്ടാവും, എന്തെങ്കിലും രീതിയിൽ റോ മെറ്റീരിയൽസിൻ്റെ പ്രശ്നം കൊണ്ടോ അല്ലേ, അങ്ങനെ പല പല ക്വാളിറ്റീനെയും ബാധിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. അപ്പം ഇത്രയും പരിമിതികളുടെ ഉള്ളിൽ നിന്നുമാണ് എന്താണ് നമ്മളൊരു പ്രോജക്റ്റിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം പല കൺസ്ട്രെയിൻസും ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ ഉണ്ടാവാം. Now body of knowledge, അതായത് it consists of body of knowledge like time management, scope management, cost management, quality management, conflict management, risk management etc. അതായത് പല മാനേജ്മെൻറ്റ്സും എന്താണ് ഒരുമിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ റിസ്ക് മാനേജ് ചെയ്യണം അല്ല, ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ റിസ്ക് മാനേജ് ചെയ്യേണ്ടി വരും, ക്വാളിറ്റി മാനേജ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ സ്കോപ്പ് മാനേജ് ചെയ്യേണ്ടി വരും, ടൈം മാനേജ് ചെയ്യേണ്ടി വരും, ദെൻ റിസ്ക് മാനേജ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് പല ഏരിയാസിലും അല്ല പല കോമ്പണൻസും നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും in order to manage the project as a whole. അപ്പം ഇത്രയാണ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ലെറ്റ്സ് സീ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നടത്തുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമാണ് ഉണ്ടാവുക. അപ്പം അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ പ്രോജക്റ്റിൽ ഒരുപാട് ടാസ്ക്സ് ഉണ്ടാവും, ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ എന്താണ് നമ്മൾ ഒരുപാട് ടൈമും അതേപോലെ തന്നെ നമ്മളുടെ എഫേർട്ടും ഇതിലിടുന്നുണ്ട് അല്ലേ. നമ്മൾ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ്സ് കിട്ടാൻ വേണ്ടി ഒരുപാട് പേര് ഒരുപാട് സമയം ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യുന്ന കാര്യമാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോജക്റ്റിന് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണം അല്ലേ. അപ്പം നമ്മൾ ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ അതിൻ്റെ മുകളിലൊരു ഇത്രയും എമൗണ്ട് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടല്ലേ. ആ ഒരു റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നതും ഇത്രയും ഒരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇറ്റ് ഈസ് വെരി കോംപ്ലെക്സ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് വെരി the environment is ever changing, so it is very complex in nature, so hence projects must be managed properly. അപ്പം നമ്മൾ ഇപ്പം എടുത്ത ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് it must be managed properly. so അതുകൊണ്ട് തന്നെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കോംപ്ലെക്സിറ്റി ഓഫ് പ്രോജക്ട്സ്. കോംപ്ലെക്സിറ്റി ഓഫ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ടൈം, എഫേർട്ട്, മണി എക്സെട്ര. ആൻഡ് the projects are composed of different tasks, functions and jobs. So if there is any fault in planning or implementing the projects, the resource put in the projects would be a waste. എന്തെങ്കിലും ഫോൾട്ട് ഈ പ്ലാനിങ് സ്റ്റേജിലോ ഇംപ്ലിമെൻറ്റിങ് സ്റ്റേജിലോ സംഭവിച്ചാൽ ഇത്രയും നമ്മൾ ചെയ്ത എഫേർട്സും ഇത്രയും നമ്മൾ ചെയ്തതും ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്ത ടൈമും അതിൻ്റെ മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത മണിയും ഒക്കെ വേസ്റ്റായി പോകും. അപ്പം ഫ്രം ദി ടൈം ഓഫ് കൺസീവിങ് ആൻ ഐഡിയ, ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മളൊരു ഐഡിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് സമയം തൊട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഒരുപാട് ടാസ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം അത് പ്ലാനിങ്ങും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും പ്രോപ്പർ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും
എഫേർട്ട് എടുത്തതിനും ടൈം സ്പെൻഡ് ചെയ്തതിനും മണി സ്പെൻഡ് ചെയ്തതൊക്കെ വേസ്റ്റ് ആയിപ്പോവും. ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അൺലെസ് പ്രോജക്ട്സ് ആർ മാനേജ്ഡ് വെൽ, ദി ഒബ്ജക്റ്റീവ് ഫോർ വിച്ച് ദ പ്രോജക്ട്സ് അണ്ടർടേക്കൺ കനോട്ട് ബി അച്ചീവ്ഡ്. ഈ പ്രോജക്ട്സ് നമ്മൾ നല്ല രീതിയിലെല്ലാം മാനേജ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഇസ് മേക്കിംഗ് പ്രോഫിറ്റ് അല്ലേ? ആ ഒരു പ്രോഫിറ്റ് നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. അപ്പം അതിന് എന്ത് വേണം? പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. And the third one is planning and implementation of projects. In the absence of project management, it's not possible to plan and implement the project. Then the success of project depends upon how well the projects are being planned and implemented. So for project implementation, a project organization need to be set up. For all these, and effective project management is needed. അപ്പം പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രോജക്ട്സ് എന്ന് പറയുന്നത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ നമുക്കൊരു പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ പ്രോപ്പർ പ്ലാനിങ്ങും പ്രോപ്പർ കൺട്രോളിങ്ങും ഒന്നും നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ എൻവയൺമെൻറ്റൽ ചേഞ്ചസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കൊറോണേൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മളുടെ ഈ ഒരു ബിസിനസ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഹോൾ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ എന്താണ് സംഭവിക്കാൻ പോവാന്ന് നമുക്കറിയില്ല. ആ എൻവയൺമെൻറ്റ് ചേഞ്ചിങ് ആണ്, എപ്പോഴും സ്റ്റേബിൾ അല്ല. നമ്മൾ ഇപ്പം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്തുള്ള സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പം നാളെ ഉണ്ടാകുന്നത്. സോ ഈ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് ഡൈനമിക് ആണ്, ഇറ്റ് ഈസ് എവർ ചേഞ്ചിങ്. സോ ഈ ചേഞ്ചിങ് ആയതുകൊണ്ട് തന്നെ അത് ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ? ചിലപ്പോൾ അത് ചേഞ്ചിങ് എന്ന് പറയുമ്പോൾ മേ ബി ഇറ്റ്സ് പോസിറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ചിലപ്പം പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ബിസിനസ്സിലുണ്ടാവും എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചാൽ. പക്ഷേ ഇപ്പം ടെക്നോളജി, ഇപ്പം പണ്ടത്തെ ടെക്നോളജി അല്ല ഇപ്പോഴത്തെ ടെക്നോളജി അല്ല. അപ്പം ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി, ഒരുപാട് മാനുവൽ എഫേർട്സൊക്കെ ഒരുപാട് കുറഞ്ഞു ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ. അപ്പോൾ അതൊരു നല്ല മാറ്റമാണ്. പക്ഷേ വേറെ പല ഇപ്പം ഈ പറഞ്ഞ പോലെ കൊറോണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസൊക്കെ വരുന്ന സമയത്ത് പല ചേഞ്ചസും ഈ പല ഡെസിഷൻസും ഗവൺമെൻറ്റിന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പുതിയതായിട്ടുള്ള പല ഡെസിഷൻസ് എടുക്കേണ്ടി വരും. അതൊക്കെ ചിലപ്പോൾ നമ്മൾ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എൻവയൺമെൻറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു പ്രോജക്റ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ചേഞ്ചിങ് എൻവയൺമെൻറ്റുമായിട്ട് എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിനെ കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നത്. നമ്മൾ എന്തെന്നെ ആയിക്കോട്ടെ, എന്തെന്നെ ചേഞ്ചസ് വന്നോട്ടെ, നമ്മൾ ഉദ്ദേശിച്ച പ്രോജക്റ്റ് അത് പകുതി വെച്ച് നിർത്താനുള്ളൊരവസ്ഥ ഉണ്ടാവരുത്. അപ്പം അങ്ങനെ ഉണ്ടാവാതെ നിർത്തുന്നത് എന്തുള്ളത് കൊണ്ട് മാത്രമാണ്? പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, നൗ ദി നെക്സ്റ്റ് വൺ ഇസ് constraints. Competition. Only when there is project management is possible to understand the competitive situation and smell actions of customers. ഇപ്പം നമുക്കറിയാം ഒരു projects are functioning in the midst of competition. To face out the competition, provision of a good or a service is not sufficient. It must provide a package which meets an entire need rather than just part of that need. Only when there is a project management it's possible to understand the competitive situation. അല്ല, ഇപ്പം നമുക്കറിയാം ഈ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പനിയുടെ ഉള്ളിൽ മാത്രം നടത്തുന്ന ഒരു കാര്യമില്ല. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും പല സ്റ്റഡീസും നടത്താൻ പറ്റും അല്ലേ? പല റിസർച്ചസ് നടത്താൻ പറ്റും. ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കാൻ പോവുകയാണ്, അപ്പം അതിനനുസരിച്ചൊരു പ്രോഡക്റ്റ് വേറെ ആരെങ്കിലും ഇറക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ഒന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും അല്ലേ? മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മളുടെ ആ ഒരു എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ അപ്പത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ നമ്മളെപ്പോലുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതേപോലെ ഒരു പ്രോഡക്റ്റ് അവിടെ
എന്താണ് വേറെ എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഇറക്കുന്നുണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ. ഇപ്പം അഥവാ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനും കൂടി കുറച്ചും കൂടി മെച്ചമായ രീതിയിൽ നമ്മളുടെ പ്രോഡക്റ്റിന് എന്താക്കാൻ പറ്റും, ഇറക്കാൻ പറ്റും. അപ്പം എന്താണ് ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. നമ്മളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആക്ഷൻസ് സ്മെല്ല് ചെയ്യാൻ, അവരെന്താണ് ഇനി അടുത്ത എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നൗ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈ ടൈം, മെറ്റീരിയൽ, ഡിമാൻഡ്, ടെക്നോളജി എന്നൊക്കെ പറയുന്നത് ഓരോ പരിമിതികളുണ്ടല്ലോ അതിനൊക്കെ. അപ്പം ഈ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വി നീഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. നൗ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി. നമുക്കറിയാം പ്രോജക്റ്റ് പല സ്റ്റേജസിലൂടെയാണ് കടന്നു പോവേണ്ടത്. സോ ഈ സ്റ്റേജസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ചാലഞ്ചസും പ്രോബ്ലംസും വരാം. അപ്പം ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ട സമയത്ത് അതൊരു റിസ്ക് ആണല്ലേ. നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ അത് നമുക്കതൊരു റിസ്ക് ഫാക്ടറാണ് അവിടെ ഉള്ളത്. അപ്പം ഈ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ബട്ട് വി ക്യാൻ മിനിമൈസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് അല്ലേ. ആ ഒരു റിസ്ക് കൊണ്ടുണ്ടാകുന്ന വലിയൊരു ആഘാതം നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും rather than eliminating it. നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ വി ക്യാൻ മിനിമൈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് റിസ്ക്. സോ ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ project management. Now, time overrun and cost overrun. If a project takes more time than the scheduled time, it's known as time overrun. And if a project incurs more cost than budgeted, it's called cost overrun. ഇപ്പം കുറേ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ഉദ്ദേശിച്ച ടൈമിനുള്ളിൽ ചിലപ്പോൾ നമുക്കത് നമ്മളുടെ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അതേപോലെ തന്നെ ഉദ്ദേശിച്ച കോസ്റ്റിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈമിനേക്കാളും കുറേ സമയം എടുക്കുകയാണ് പ്രോജക്റ്റ് തീരാണെങ്കിൽ അതിനെ നമ്മൾ ടൈം ഓവർ റൺ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച കോസ്റ്റിനുള്ളിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിനെ കോസ്റ്റ് ഓവർ റൺ എന്ന് പറയും. അപ്പം ഈ ഒരു കോസ്റ്റ് ഓവർ റണ്ണും അതേപോലെ തന്നെ ടൈം ഓവർ റണ്ണും ഒരു പരിധി വരെ നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലൂടെ കുറയ്ക്കാൻ പറ്റും. നൗ ദ നെക്സ്റ്റ് വൺ ഈസ് project control and evaluation. Project control and evaluation എന്ന് പറയുന്നത് ഈ ഇവാലുവേഷൻ നമ്മൾ ഒന്നെങ്കിൽ പ്രോജക്റ്റിൻ്റെ എൻഡിൽ ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് ചെയ്യുന്നൊരു സംഭവമാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഇവാലുവേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് അതിന് വന്ന തെറ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇൻ ഓർഡർ ടു ഈ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്ത സമയത്ത് എന്തൊക്കെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്നൊക്കെ നമുക്ക് ഈ പ്രൊജക്റ്റ് ഇവാലുവേഷനിലൂടെ സാധിക്കുകയുള്ളൂ. അപ്പം ഈ പ്രൊജക്റ്റ് കൺട്രോളും ഇവാലുവേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് project management.